സ്വപ്നം യാഥാർത്ഥ്യമായി സിവിൽ സർവീസ് പരീക്ഷയിൽ 57ാം റാങ്ക് നേടി തിരുവനന്തപുരം പള്ളിച്ചൽ നരുവാമൂട് സ്വദേശി ശ്രീജ. ഇല്ലായ്മകളുടെ നടുവിലും പഠനത്തിന് കുറവുകൾ വരുത്താതെ മാതാപിതാക്കൾ നൽകിയ പിന്തുണയും പ്രചോദനവുമാണ് സിവിൽ സർവീസസ് പരീക്ഷയിലെ 57ാമത് റാങ്കിലേക്ക് അടുപ്പിച്ചതെന്ന് ശ്രീജ പറഞ്ഞു. കൂലിപ്പണിക്കാരനായ ജയകുമാറിന്റെയും MA വരെ പഠിച്ചിട്ടും ജോലി കിട്ടാതെ പോയ ഷീജകുമാരിയുടെയും മകളാണ് തിരുവനന്തപുരം നരുവാമൂട് സ്വദേശിനിയായ ശ്രീജ. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിൽ MA പാസ്സായ ശ്രീജ ആദ്യ അവസരത്തിൽ തന്നെയാണ് സുവർണ നേട്ടം കൊയ്തത്. ഞാൻ മെയ് 2024 ഞാൻ ഫോർച്യൂണിൽ ജോയിൻ ചെയ്തു. അപ്പം അവിടുത്തെ ഷെഡ്യൂൾ ഞാൻ കൃത്യമായിട്ട് പാലിച്ചു. അപ്പം അത് ഡിമാൻഡ് ചെയ്ത ഹാർഡ് വർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു. പിന്നെ എൻ്റെ കൂടെ സപ്പോർട്ടിന് എൻ്റെ പാരൻസും ടീച്ചേഴ്സും ഈ നാട്ടുകാരും പള്ളിയിലുള്ള ആൾക്കാരും ഒരുപാട് ആൾക്കാർ എനിക്ക് വേണ്ടി എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ ഒരു ഫലമാണ് ഈ റിസൾട്ട്. എൻ്റെ അധ്യാപകരൊക്കെ പറഞ്ഞത് ഞാൻ അതുപോലെ ചെയ്തു. ഞാൻ ഓവർ തിങ്ക് എനിക്ക് ഇഷ്യൂ ഉണ്ട്, പക്ഷേ പഠിത്ത കാര്യത്തിൽ ഞാൻ അവർ പറയുന്നത് അക്ഷരം പ്രതി പാലിച്ചു. ഇപ്പം എൻ്റെ മെൻറ്റേഴ്സ്, എനിക്ക് പ്രിലിംസിന് അനന്തു സാറായിരുന്നു എൻ്റെ മെൻറ്റർ. അപ്പം സാർ ഇങ്ങനെ പറയും, ഡെയിലി പ്ലാനർ അനുസരിച്ച് പഠിക്കുക. ഞാൻ പഠിച്ചു. അപ്പം എല്ലാ ടെസ്റ്റ് കഴിയുമ്പോഴും സാറ് ഫീഡ്ബാക്ക് തരും. ഓരോ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാമായിരുന്നു, തെറ്റിയതൊക്കെ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് ഫീഡ്ബാക്ക് തരുമായിരുന്നു. ഞാൻ അതുപോലെ ചെയ്തു, പാലിക്കാൻ ശ്രമിച്ചു. അതൊക്കെ ഇമ്പ്രൂവ് ആക്കാനും അങ്ങനെ ഓവർ ദി ടൈം അത് ഇമ്പ്രൂവ് ആയി. മെയിൻസിൻ്റെ സമയത്തും എൻ്റെ മെൻറ്റേഴ്സ് എൻ്റെ ആൻസർ 1 by 1 ഓരോ ലൈനും അവർ വായിച്ച് എനിക്ക് കറക്റ്റ് ചെയ്ത് തരുമായിരുന്നു. അപ്പം അതും ഞാൻ എൻ്റെ പ്രാക്ടീസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നോക്കി. അങ്ങനെ മെയിൻസിന് എനിക്ക് നല്ല മാർക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഇൻ്റർവ്യൂവിലാണെങ്കിലും എനിക്ക് ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു. എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാനൊന്നും അറിയത്തില്ല എന്നൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ടീച്ചേഴ്സൊക്കെ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരും. അവർ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. ഇത് ഞാൻ മെയ് 2024 ഞാൻ ഫോർച്യൂണിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എഴുതി വെച്ചതാണ് ശ്രീജ JS IFS എന്നുള്ളത്. അപ്പം എന്നും ഞാൻ ഇത് കണ്ടാണ് എഴുന്നേൽക്കുന്നതും പഠിക്കുന്നതും ഒക്കെ. അപ്പം ഇത് കാണുമ്പോൾ തന്നെ എനിക്കൊരു ഫയറാണ്. ഞാനിരുന്ന് പഠിക്കും, എത്ര വയ്യെങ്കിലും ഞാനിരുന്ന് പഠിക്കും. അപ്പം എൻ്റെ ഒരു വാശിയുടെ പുറത്ത് ഞാൻ ഡെയിലി പ്ലാനർ എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്തു. അപ്പം പിന്നെ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഈ പരീക്ഷ ഒറ്റ എഴുതത്തുള്ളൂ, ഞാൻ ഇന്ത്യൻ ഫോറിൻ സർവീസ് എടുത്തോണ്ട് വരത്തുള്ളൂ എന്ന്. അതുപോലെ എനിക്കിപ്പം 57 റാങ്ക് കിട്ടിയപ്പോഴത്തേക്കും സാധിക്കും. അച്ഛൻ കൂലിപ്പണിയാണ്. അപ്പം ഇല്ലാത്ത കാശുണ്ടൊക്കെയാണ് പഠിപ്പിച്ചത്. അത്രയും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലൊക്കെ പഠിക്കാൻ പറ്റാന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പം അച്ഛനും അമ്മയും കിട്ടുന്ന കാശൊക്കെ സേവ് ചെയ്ത് വെച്ചാൽ, അമ്മ കുടുംബശ്രീയിലൊക്കെ മെമ്പറാണ്. അപ്പം അങ്ങനെ ലോണൊക്കെ ആയിട്ട്, ഗോൾഡ് ലോണൊക്കെ ആയിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പം അമ്മ MA കാരിയാണ്. അമ്മ MA ഹിസ്റ്ററി കഴിഞ്ഞ ആളാണ്. അപ്പോൾ 9ാം ക്ലാസ്സിൽ അമ്മ അടുത്തിരുന്ന് പഠിപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്വയം പഠിക്കും. അച്ഛനാണെങ്കിൽ അമ്മയുടെ ഡിസിഷൻസിനോടും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം രണ്ടുപേർക്കും എന്നെ പഠിപ്പിച്ച്, എൻ്റെ അനിയനെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കണം എന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. മാത്രമല്ല അവർക്ക് നല്ല വാശിയും ഉണ്ടായിരുന്നു. ആ വാശി എനിക്കും കിട്ടി. അപ്പം അങ്ങനെയാണ് ഞാൻ ഇരുന്ന് പഠിച്ചതും എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 57 കിട്ടിയതും. അത് മാത്രമല്ല അവർ ഫുൾ പ്രാർത്ഥനയായിരുന്നു. രണ്ടുപേരുടെയും കൂട്ടായ പ്രാർത്ഥനയും എൻ്റെ ഒപ്പം ഉണ്ട്. അതേസമയം രാജസ്ഥാൻ സ്വദേശി അനുജ് അഗ്നിഹോത്രിക്കാണ് 1ാം റാങ്ക്. 2ാം റാങ്ക് രാജേശ്വരി സുവയും നേടി. തിരുവനന്തപുരം നരുവാമൂട് സ്വദേശി ശ്രീജ 57ാം റാങ്ക് നേടി മലയാളികളിൽ 1ാമതെത്തി. കോഴിക്കോട് തൊട്ടിൽപ്പാലം സ്വദേശി അജയ് R രാജ് 109ാം റാങ്കും നേടി. ജന്മന കാഴ്ച പരിമിതിയുള്ള അജയ് R രാജിൻ്റെതാണ് തിളക്കമുള്ള നേട്ടമായി മാറിയത്. മലയാളിയായ സിദ്ധാർത്ഥ M ജോയി 271ാം റാങ്കും നേടി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ സിദ്ധാർത്ഥ് 2ാം റാങ്ക് നേടിയിരുന്നു. ആഗാൻസ് ദുൽ രാഘവ്, ജുൻവാല, ഇഷാൻ ഫട്നാഗർ എന്നിവർ യഥാക്രമം 3, 4, 5 റാങ്കുകൾ നേടി. പ്രിലിമിനറി, മെയിൻ, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നീ 3 ഘട്ടങ്ങൾക്കും ശേഷം രാജ്യമെമ്പാടുമുള്ള ഉദ്യോഗാർത്ഥികൾ അന്തിമ റാങ്ക് ലിസ്റ്റിനായി കാത്തിരിപ്പിലായിരുന്നു. കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഫലം വന്നത്. 2025 മെയ് 25 നടന്ന പ്രിലിമിനറി പരീക്ഷയോടെയാണ് പരീക്ഷാ പ്രക്രിയ ആരംഭിച്ചത്. ഓഗസ്റ്റ് 22 മുതൽ ഓഗസ്റ്റ് 31 വരെ മെയിൻ പരീക്ഷ നടന്നു. അവസാന ഘട്ടമായ പേഴ്സണാലിറ്റി ടെസ്റ്റ് അഥവാ അഭിമുഖം ഈ വർഷം ഫെബ്രുവരി 27 അവസാനിച്ചു. അഭിമുഖം അവസാനിച്ച് ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ UPSC അന്തിമ ഫലം പ്രഖ്യാപിക്കാറുണ്ട്. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ഒരാഴ്ചയ്ക്കുള്ളിൽ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. UPSC CSC അന്തിമഫലം ഫൈനൽ റിസൾട്ട് വിഭാഗത്തിൽ PDF ആയി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മെറിറ്റ് ക്രമത്തിൽ ഉദ്യോഗാർത്ഥികളുടെ പേരുകളും റോൾ നമ്പരും കാണാൻ കഴിയും. IAS-ഉം IFS-ഉം IPS-ഉം അടക്കം 23 പോസ്റ്റുകളിലേക്കാണ് നിയമനം. 958 പേരാണ് ആകെ ഇത്തവണ സിവിൽ സർവീസസ് പരീക്ഷയിൽ വിജയിച്ച അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചത്. മലയാളിയായ അതിഥി കൃഷ്ണദേവ് 451 റാങ്കും കരസ്ഥമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.